അസ്സലാമലൈക്കും. സജന ഹക്കിം വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങളാണ്. അന്നേ ദിവസം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ? എൻ്റെ ജന്മദിനമാണ്. അന്നേ ദിവസം മക്കൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു പതിവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മക്കൾക്ക് ഒരുക്കുന്നത് ബിരിയാണിയും ബീഫ് കറിയും അതേപോലെ തന്നെ ഇഡ്ഡലി ചട്നി. ഇതൊക്കെയാണ് മക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഐറ്റം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് കേട്ടോ. ബിരിയാണിയുടെ വീഡിയോ ഒരുപാട് തവണ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾക്കൊരു ബോറടി ആവില്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ. കുഞ്ഞടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കേൾക്കണ്ടേ? അപ്പോൾ ഇന്ന് കുഞ്ഞടുക്കളയിൽ എന്താണ്, നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റായ ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ചട്നി നേരത്തെ തന്നെ ഞാൻ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇഡ്ഡലി അങ്ങോട്ട് സെറ്റാക്കി വെച്ചാൽ നേരെ നമുക്ക് ബിരിയാണിയും ബീഫ് കറി വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബിരിയാണിയും ബീഫ് കറിയും നമുക്ക് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്കും ഷെയറും ഒന്ന് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്യണേ. വ്യൂസും ലൈക്കൊക്കെ വളരെയധികം കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. ഇന്ന് രണ്ടുപേരും മദ്രസയിൽ പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ച് വരുമ്പോഴേക്കും ബിരിയാണിയും അതേപോലെ തന്നെ നല്ല രുചികരമായ ബീഫ് കറിയും സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ തിരിച്ച് വന്നാൽ ഉടനെ എന്ത് ചെയ്യാം, ബിരിയാണിയും ബീഫ് കറിയും കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ സോപ്പിട്ടുങ്ങായിട്ട് മദ്രസയിലേക്ക് പറഞ്ഞു വെച്ചു കേട്ടോ. ബീഫ് കറി സെറ്റാക്കാനായിട്ട് സബോളയും തക്കാളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി കുട്ടേനെ എരിഞ്ഞതൊക്കെ സെറ്റാക്കിങ്ങായിട്ട് അടുക്കളയ്ക്ക് കൊടുന്നു കേട്ടോ ഉമ്മ. അപ്പോൾ ഞാൻ നേരെ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് പാകത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. സബോള കുട്ടനരിഞ്ഞതും തക്കാളി കുട്ടനരിഞ്ഞതും അതിലേക്കിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം ഈ വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ തക്കാളി പാകത്തിന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുത്ത ശേഷം തീ കുറച്ച് വെച്ച് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് മസാല അങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ഈ മസാല തട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളവും പാകത്തിന് ഉപ്പുമിട്ട് കൈ വെച്ച് നല്ലപോലെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് പാകത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബീഫ് കറി അങ്ങോട്ട് സെറ്റാവുന്നിടയിൽ തൊട്ടടുപ്പിൽ നമ്മുടെ ബിരിയാണി പണി ഏകദേശം പകുതിയും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീഫൊക്കെ വെന്ത ശേഷം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ, കുരുമുളക് പൊടി. നമ്മൾ മുളക് പൊടി അധികം ഇടുന്നേക്കാളും നല്ലത് നമ്മുടെ കുരുമുളക് പൊടി പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ രുചികരമായിരിക്കും കേട്ടോ നമ്മുടെ ബീഫ് കറി. അപ്പോൾ കറി മസാലപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ചെറു തീം അങ്ങോട്ട് ഇട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി സെറ്റാക്കി. അപ്പോൾ വളരെ രുചികരമായും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബീഫ് കറി സെറ്റായി വന്നിട്ടുണ്ട്. എന്നെ പൊന്നേ, വയൽ കപ്പലോടും അത്രയും ടേസ്റ്റാണ് ഈ ബീഫ് കറിക്ക് കേട്ടോ. ബിരിയാണി പണി എവിടെ എത്തിയെന്ന് ഞാൻ പറയട്ടെ. 1 കിലോ അരിക്കാണ് കേട്ടോ നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ബിരിയാണി അരി ഒരു പാത്രത്തിലേക്ക് അളന്നു കേട്ടോ. അതേ പാത്രത്തിൽ തന്നെ 2 പാത്രത്തോളം വെള്ളം വെട്ടി തിളപ്പിച്ചു. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തങ്ങായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഏകദേശം വെള്ളം വെറ്റാറാവുമ്പോൾ എസൻസും കളറും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി അങ്ങോട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരാകാംക്ഷയിലാട്ടോ ബിരിയാണി എപ്പോൾ സെറ്റാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളറൊക്കെ ചേർത്ത് കൊടുത്തു, എസൻസ് ചേർത്ത് കൊടുത്തു. പിന്നെയും
വെള്ളം വറ്റുന്നത് വരെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചു. അങ്ങനെന്താ നമ്മുടെ ബിരിയാണി അങ്ങോട്ട് സെറ്റായിട്ടോ. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യണ്ടേ? മല്ലിയിലയും പുതിനയിലയും കുനുകുന അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ സബോള വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങോട്ട് തൂക്കി കൊടുത്ത് നമ്മുടെ ബിരിയാണി അങ്ങോട്ട് സെറ്റായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലായ ബീഫ് കറിയും ബിരിയാണിയും ദാ സെറ്റായി. ഗാർണിഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിള്ളേർ അങ്ങോട്ട് ധൃതി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വെയിറ്റ് ചെയ്യൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് സോപ്പ് ഇടുന്നുണ്ട് കേട്ടോ. പക്ഷേ സോപ്പിംഗ് ഒന്നും അവിടെ നടക്കുന്നില്ല. എന്നാലും 10-20 മിനിറ്റ് അങ്ങോട്ട് സോപ്പിട്ട് അങ്ങോട്ട് നിർത്തി. അതിനുശേഷം മേശപ്പുറത്ത് ബീഫ് കറിയും അതേപോലെ തന്നെ ബിരിയാണിയും കുറച്ച് തൈര് ഞാൻ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് കീറിയിട്ടു കേട്ടോ. സബോള അരിഞ്ഞിരുന്നത് എൻ്റെ മോന് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ സബോള ഒന്നും അരിഞ്ഞിട്ടില്ല, പച്ചമുളക് കീറിയിട്ടു. പാകത്തിന് ഉപ്പിട്ട് സെറ്റാക്കി ഇതാ മേശപ്പുറത്ത് ഇതാ കൊടുന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് ആയില്ല. ഉമ്മച്ചിയെ എന്നെന്താ വീഡിയോ എടുക്കാൻ ഫുഡ് കഴിക്കുന്നത്? അപ്പോൾ മറ്റാൾ ചെറിയ ആൾ കേട്ടോ, പാത്തൂസ്, എന്തുമ്മച്ചി എൻ്റെ ഫോട്ടോ എടുക്കാഞ്ഞ്? അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വിശന്നിരിക്കില്ലേ, അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കട്ടെ എന്ന് ഉമ്മ കരുതി. അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കേട്ടോ. പിന്നെതാ വൈകിട്ടത്തെ വിശേഷങ്ങളാണ്. മോനെ ട്യൂഷൻ സെൻറ്ററിലേക്ക് ചേർത്താനായിട്ട് പോവാണ് കേട്ടോ. കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ നടന്നതാ നമ്മുടെ ട്യൂഷൻ സെൻറ്ററിലേക്ക് ഇതാ എത്തിയിട്ടുണ്ട്. ട്യൂഷൻ ക്ലാസ്സിലെത്തിയപ്പോൾ പിള്ളേരൊന്നും എത്തിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് അങ്ങോട്ട് പോവാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ ടീച്ചർമാരോട് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം. അതിനുശേഷം ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടോ. അങ്ങനെ പിള്ളേർക്ക് ആട്ടുംപാലിൽ റാഗി കുറുക്കാൻ കേട്ടോ. പിള്ളേർക്കൊക്കെ വെയിറ്റ് കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ദിവസവും അവർക്ക് റാഗി ആട്ടുംപാൽ അങ്ങോട്ട് കുറുക്കി കൊടുക്കാമെന്ന് കേട്ടോ. അങ്ങനെ അത് സെറ്റായി. അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഒരു 8-8:30 ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ.